എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പം ഇത് കാണുമ്പോൾ തന്നെ പലർക്കും മനസ്സിലാവും ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന്. മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. പല സ്ത്രീകളുടെയും ഒരു ഡൗട്ട് തന്നെയാണ്. പലരും വാങ്ങി വെച്ചിട്ടുണ്ടാവാം, പക്ഷേ എങ്ങനെ ഇത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഇതിലേക്ക് മാറാം എന്നുള്ള ഒരുപാട് സംശയങ്ങളും അതുപോലെ ഉപയോഗിക്കുന്നവരുണ്ടാവും. ഉപയോഗിക്കുന്നവർക്ക് തന്നെ ഫസ്റ്റ് ഉപയോഗിച്ചതിന് ശേഷം പല ബുദ്ധിമുട്ടുകൾ കാരണം വീണ്ടും പാഡിലേക്ക് മാറുന്ന ഒരവസ്ഥ ഒക്കെ കണ്ടുവന്നിട്ടുണ്ട്. പല പേഷ്യൻസും നമ്മളടുത്ത് വന്ന് പറയാറുണ്ട്, ഡോക്ടറെ എങ്ങനെയാണ് കപ്പ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഏത് സൈസാണ് ഞാൻ ഉപയോഗിക്കേണ്ടത്. അങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങൾ നമ്മൾ ഡെയിലി ക്ലിനിക്കിൽ കേൾക്കാറുണ്ട്. അപ്പം അതിനെ സംബന്ധിച്ച് ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് 3 സൈസുകളിലാണ് കപ്പ് നമുക്ക് അവൈലബിൾ. സ്മോള്, മീഡിയം, അതേപോലെ തന്നെ ലാർജ്. സ്മോൾ എന്ന് പറയുന്നത് നമ്മൾ ടീനേജ്, അതായത് മാസമുറ വന്ന ആ ഒരു കൗമാര പ്രായക്കാർക്കാണ് സാധാരണയായിട്ട് നമ്മൾ സ്മോൾ സൈസ് ഉപയോഗിക്കുന്നത്. പിന്നെ മീഡിയം എന്ന് പറയുന്നത് ഒരു 30 വയസ്സിന് താഴെ ഒരു 20+ ഉള്ള സ്ത്രീകളിൽ ഒരു ഡെലിവറി കഴിഞ്ഞതോ അല്ലെങ്കിൽ സിസേറിയൻ ഉള്ള കഴിഞ്ഞ സ്ത്രീകളോ അവരുടെ ഹിസ്റ്ററി അനുസരിച്ചാണ് ആ ഒരു സൈസ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ലാർജ് പൊതുവേ നമ്മൾ യൂസ് ചെയ്യും 30+, അതുപോലെ തന്നെ 2 അതിലധികമോ ഡെലിവറി കഴിഞ്ഞത്. അത് സി സെക്ഷൻ ആവാം, അതുപോലെ തന്നെ നോർമൽ ഡെലിവറി ആവാം. ആ ഒരു കൂട്ടർക്കാണ് നമ്മൾ ലാർജ് സൈസ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. മെൻസ്ട്രൽ കപ്പ് വരുന്നത് ഇതേപോലെ ഒരു ബോക്സിനകത്താണ്. അതിൽ നമുക്ക് അത് ഇട്ട് വെക്കാനുള്ള ഒരു പൗച്ചും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡയറക്ഷൻ ഫോർ യൂസ് നമുക്ക് കാണാം. നമ്മൾ പാഡിനെ അപേക്ഷിച്ച് മെൻസ്ട്രൽ കപ്പിന് ഒരുപാട് ഗുണങ്ങൾ ഏറെയുണ്ട്. ഒന്നാമതായിട്ട് നമുക്ക് എക്കോ ഫ്രണ്ട്ലി ആണ്. നമുക്കിത് ഒരു 10-15 വർഷം വരെ നമുക്ക് ഈ ഒറ്റൊരു കപ്പ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഇപ്പോൾ വരുന്നത് 2022 മുതൽ 2037 വരെ നമുക്കിത് യൂസ് ചെയ്യാം. അത്രയും കാലം ഒരു കപ്പ് തന്നെ നമുക്ക് മതിയാവും. മറിച്ച് നമ്മൾ പാഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും വർഷക്കാലം നിങ്ങൾ കണക്ക് കൂട്ടിയാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്ര രൂപ നമുക്ക് സേവ് ചെയ്യാമെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഏകദേശം ഈ കപ്പിന് വില വരുന്നത് 399 രൂപയാണ് ഈ ഒരു ബ്രാൻഡിന് വരുന്നത്. നമുക്ക് ഈ ഒരു റേറ്റിൽ ഏകദേശം ഒരു 500-ന് താഴെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള മെൻസ്ട്രൽ കപ്പ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ വയസ്സിനും അതുപോലെ തന്നെ നമ്മളെ പിന്നെ ഗൈനക് ഹിസ്റ്ററി അനുസരിച്ചാണ് നമ്മൾ സൈസ് സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഒരു പീരീഡ് കഴിഞ്ഞാൽ ഇത് ആ ബ്ലഡ് നമ്മൾ ഡിസ്കാർഡ് ചെയ്ത് കഴുകി ഉണക്കി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. എക്കോ ഫ്രണ്ട്ലി ആണ്. മറ്റേതുപോലെ നമുക്ക് വേസ്റ്റേജ് തീരെ വരുന്നില്ല. മറ്റേതാകുമ്പോൾ നിങ്ങൾക്കറിയാം പാഡ് നമുക്കത് ഡിസ്പോസ് ചെയ്യേണ്ട കാര്യങ്ങളും മറ്റും ട്രാവൽ ചെയ്യുമ്പോൾ അല്ലാതെയും ഒക്കെ നമുക്ക് ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു പൊതുസ്ഥലത്ത് നമുക്ക് പാഡ് ഡിസ്പോസ് ചെയ്യുന്ന, അതുപോലെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് വീട്ടിലായാൽ പോലും നമുക്ക് പാഡ് ഡിസ്പോസ് ചെയ്യുന്നത് കുറച്ച് ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. മറിച്ച് നമുക്ക് മെൻസ്ട്രൽ കപ്പിലേക്ക് മാറുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ടോയ്ലറ്റിൽ തന്നെ ഈ ബ്ലഡ് ഡിസ്കാർഡ് ചെയ്ത് നമുക്ക് വീണ്ടും ഈ നമുക്ക് ഡ്രൈ ചെയ്തിട്ട് പിന്നെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ചില പാഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ചിലർക്ക് നമ്മൾ ക്ലിനിക്കിൽ സാധാരണയായിട്ട് വരാറുണ്ട്. ചിലപ്പോൾ ഇറിറ്റേഷൻ, അതേപോലെ റാഷസ്, പല അലർജി പോലുള്ള സിംറ്റംസുമായിട്ട് പേഷ്യൻസ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന സമയത്ത് ഇപ്പോൾ അധിക പാഡിലും ഫ്രാഗ്രൻസ് ആഡ് ചെയ്യുന്ന മൂലം ചിലവർക്ക് ആ ഒരു കണ്ടൻറ്റിൻ്റെ ഇറിറ്റേഷൻ വരാറുണ്ട്. ഡിസ്കംഫേർട്ടും യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകാറുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരമാണ് കപ്പിലേക്ക് മാറുക എന്നത്. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് എങ്ങനെ ഇത് യൂസ് ചെയ്യാം എന്നുള്ളത്. അതിന് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അതായത് നിങ്ങൾ കപ്പിലേക്ക് മാറാൻ ഉദ്ദേശിക്കുന്ന, അതായത് ഡേറ്റിന് ആവുന്ന 1-2 ദിവസം മുന്നേ അല്ല ചെയ്യേണ്ടത്. അതായത് നിങ്ങളെ ബ്ലീഡിങ് ഇതിന് മുന്നേ തന്നെ നിങ്ങൾ ഇത് കപ്പ് ആദ്യം ഒന്ന് പരീക്ഷിച്ച് ആ ഒരു നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ ഏത് സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ
ഒരു ഇത് മനസ്സിലാക്കേണ്ടതാണ്. ആദ്യമായിട്ട് നമ്മൾ കപ്പ് ഫോൾഡ് ചെയ്യണം. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫോൾഡ് ചെയ്യാം, ഈ ഒരു രീതിയിലോ അല്ലെങ്കിൽ ഇങ്ങനെയോ ഫോൾഡ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ വജൈനയിലേക്ക് നമ്മൾ ടോയ്ലറ്റ് ഇരിക്കുന്ന പൊസിഷനിൽ ഇരുന്നുകൊണ്ട്, അതാണ് ഏറ്റവും സൗകര്യപ്രദം, നമുക്ക് ഇത് ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നമ്മുടെ വജൈനയിൽ കപ്പിരിക്കുക. നല്ല ടൈറ്റായിട്ട് തന്നെ നമ്മളെ കറക്റ്റ് സൈസിനാണ് നമ്മൾ കപ്പ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് നല്ല ടൈറ്റിൽ തന്നെ ഇരിക്കും. ഈ ഒരു ഇതിലേക്കാണ് നമ്മുടെ ബ്ലഡ് കളക്ട് ചെയ്ത് നിൽക്കുന്നത്. ഒരിക്കലും നമുക്ക് ലീക്ക് ആവുകയോ ഒന്നും ചെയ്യുകയില്ല. അതുപോലെ തന്നെ നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ നീന്തുന്ന സമയത്ത് ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇത് തന്നെയാണ് മെൻസ്ട്രൽ കപ്പ്. ഇതിൽ നമുക്ക് ഓരോരോ ആൾക്കാർക്കും ഫ്ലോ വ്യത്യാസമായിരിക്കും. ചിലവർക്ക് ആദ്യത്തെ ദിവസത്തെ ചിലപ്പോൾ സ്പോട്ടിങ് പോലെ ആയിരിക്കും, രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം ആയിരിക്കും ചിലപ്പോൾ ഫ്ലോ അധികമായിട്ടിരിക്കുക. അപ്പോൾ ഓരോരോ ആൾക്കാരുടെ മെൻസ്ട്രൽ പാറ്റേൺ, അതായത് ഇതിനനുസരിച്ച് ഫ്ലോ അനുസരിച്ച് നമുക്കൊരു 1 മണിക്കൂറോ 2 മണിക്കൂറോ അല്ല 3 മണിക്കൂറിനോ ഉള്ളിൽ നമുക്ക് മെൻസ്ട്രൽ കപ്പ് എടുക്കാവുന്നതാണ്. അത് നമ്മൾ ഈ ഒരു ഭാഗത്ത്, ഈ ഒരു ടിപ്പല്ല, നമ്മൾ മറിച്ച് ഈ ഒരു ഭാഗത്ത് പിടിച്ചിട്ട് മെല്ലെ ഇതേപോലെ വലിച്ച് എടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ബ്ലഡ് ഡിസ്കാർഡ് ചെയ്തിട്ട് നമുക്ക് ഉണക്കി ഡ്രൈ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഇറിറ്റേഷനോ കാര്യങ്ങളോ ചിലവർക്കുണ്ട്, ടോയ്ലറ്റ് പോകുന്നതിനോ അതല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യുന്നതിനോ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുമോ എന്ന്. അങ്ങനെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ റാഷോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉണ്ടാവുകയില്ല. ആദ്യത്തെ യൂസേജിൽ മാത്രമേ നമുക്കൊരു, അതായത് ഫസ്റ്റ് ടൈം നമുക്ക് യൂസ് ചെയ്യുമ്പോൾ മാത്രമേ അത് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ആ ഒരു ഇത് മാത്രമേ നമുക്ക് തോന്നുകയുള്ളൂ. പിന്നീട് നമുക്കൊരു പീരീഡ്സ് ഉള്ളതായിട്ട് പോലും നമുക്ക് ചിലപ്പം തോന്നത്തില്ല. അത്രയും സുഖം മെൻസ്ട്രൽ കപ്പിൽ നമുക്ക് ഉണ്ടാവും. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഏകദേശം ഇതിന് ഒരു 10-15 വർഷം കാലം വരെ നമുക്ക് ഇതേ ഒരു കപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ഒന്നുകിൽ നമുക്ക് ഇൻറ്റിമേറ്റ് വാഷ് വെച്ച് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് വെക്കാം, ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ സോപ്പ് വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യാം, ഇല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യാം. അതായത് ചൂടുവെള്ളത്തിലിട്ട് ഒരു 2-3 മിനിറ്റ് തിളപ്പിച്ച് ഇതാക്കിയിട്ട് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ ചില ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ സ്റ്റെറിലൈസർ വരുന്നുണ്ട്, അതിൽ വെച്ച് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരുപാട് സ്ത്രീകളുടെ ഒരു സംശയം ഇന്ന് കുറച്ചെങ്കിലും ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും ഇതേപോലെ മെൻസ്ട്രൽ കപ്പ് വാങ്ങിച്ച് വീട്ടിൽ സൂക്ഷിച്ചവരും അതുപോലെ ഇനി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും എക്കോ ഫ്രണ്ട്ലി, അതേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി, അതുപോലെ തന്നെ ഒരുപാട് യൂസേജ് ഉള്ള ഒരു കപ്പിലേക്ക് നമ്മളിപ്പം ബാക്കി എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റായി. അതുപോലെ തന്നെ നമ്മുടെ ആർത്തവവും ആധുനികമാകട്ടെ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ആക്കി എല്ലാവരും ഇനി ഒരു മെൻസ്ട്രൽ കപ്പിലേക്ക് മാറേണ്ട കാലം ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്നും മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ചാൻസ് ആവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.